ഈമാനിന്റെ കനമൊന്ന് കൂടട്ടെ, ജീവിതത്തിന്റെ വിശുദ്ധിയൊന്ന് വളരട്ടെ. നശ്വരമായ ഈ ലോകത്ത് നിന്ന് അസ്തമിക്കാൻ ഒരുപാട് ആയുസ്സുണ്ടാകണമെന്നില്ല. എപ്പോഴും അവസാനിച്ചു പോകാനുള്ള വഴിയിലാണുള്ളത്. സംസാരിക്കുന്ന റാഷിദിന്റെ അന്ത്യം എവിടെയാണെന്നറിയില്ല. അല്ലാഹുവേ, ഹബീബിനെ കണ്ട് മരിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. അവിടുത്തെ ഇഷ്കിലേക്ക് ചേർന്ന മദഹിലും അവിടുത്തെ ദീനിന്റെ ഖിദ്മത്തിലുമായി ഒന്ന് മരിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. കൂടെയുള്ളവർ എത്രയാളുണ്ടിപ്പോൾ? പലരും ആരുടെ മണ്ണിലല്ലേ കിടക്കുന്നത്? കൂടെ പഠിച്ചവരില്ലേ? കൂടെ ജോലി ചെയ്തവരില്ലേ? പലരും ആരുടെ മണ്ണിലേക്ക് പോയിട്ടില്ലേ? അല്ലാഹു ഇപ്പോഴും നമുക്ക് ആയുസ് തന്നിട്ടില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാൻ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ 11 അന്ന് രാത്രിയിൽ മുത്തുനബിയുടെ മജ്‌ലിസിൽ മൗലീദ് മജ്‌ലിസിൽ പങ്കെടുത്ത് കുടുംബത്തിലെ ആളുകളെ വാഹനത്തിൽ ഇറക്കി കൊടുക്കാൻ പോകുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് ഒറ്റക്കാകേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ആ വാഹനത്തിൽ കൂടെ സഞ്ചരിച്ചവനല്ലയോ ആ മകനിന്ന് കൂടെ ഇല്ലല്ലോ. 17 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് മുതഅല്ലിമായിരിക്കുന്ന ഒരു സമയത്ത് ഹബീബിന്റെ പേരിൽ മദ്ഹ് ചൊല്ലിയ മജ്‌ലിസിൽ അവസാനമായി പങ്കെടുത്ത് അവിടെ നിന്ന് വാഹനത്തിൽ കയറുമ്പോ ഞാൻ വിചാരിച്ചോ അത് അവസാനത്തെ യാത്രയാണെന്ന്? വീട്ടിലുള്ള ആരെങ്കിലും വിചാരിച്ചോ അത് അവസാനത്തെ യാത്രയാണെന്ന്? ഇല്ല ഇല്ല. അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കിയ സമയത്ത് പോകുകയല്ലാതെ തിരിച്ചു ചെല്ലുകയല്ലാതെ മാറി നിൽക്കാൻ നമുക്ക് അധികാരമുണ്ടോ? അവിടെ മാറ്റം വരുത്താൻ നമുക്ക് ശേഷിയുണ്ടോ? വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. തീരുമാനിച്ച സമയത്ത് പോകലാണ്, തിരിച്ചു ചെല്ലലാണ്. ആ സമയം എത്രയാണ് എപ്പോഴാണെന്ന് അറിയാത്ത നമുക്ക് ജീവിതത്തിൽ അല്ലാഹു തരുന്ന സമയം പരമാവധി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒന്ന് ചെലവഴിച്ചാലോ, അതിനുവേണ്ടി വിനിയോഗിച്ചാലോ. ഇവിടെ എന്ത് പണിയാ ഉള്ളത്? നമ്മുടെ ശരീരം ഹബീബിന് അവകാശപ്പെട്ടതല്ലേ? സമയം ഹബീബിനുള്ളതല്ലേ? ദുനിയാവിലെ സർവ്വതും ഹബീബിനുള്ളതല്ലേ? ആ നിലയ്ക്ക് ഹബീബിനെ കൊണ്ട് ജീവിച്ചു പോകുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ